അപ്പോ ഞാൻ ആദ്യം ഹനാലിൽ നിന്ന് തുടങ്ങാം. നന്നായി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു ചോദിച്ചോട്ടെ. അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുപോലെയാണ്. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരെ സംസാര പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്. അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. ആ സമയം ഞാൻ സംസാരിക്കും. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ സഹായിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു താങ്കളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. ഹായ്, ഹലോ, നമസ്കാരം. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതെന്ന് പറയുന്നത് നമ്മൾ തമ്മിൽ പരിപാടിയില്ലേ, നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു ഷോയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ 24 ചാനലിൽ വന്നതാണ്. എന്തായാലും ഒരു വൻ വിപ്ലവം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ, 1 മണിക്കൂറിലേറെ വീഡിയോ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും എനിക്ക് ഇതുമായിട്ട് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാറ് വ്യക്തമായിട്ട് പറയുകയാണ് സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ ഒരു മാറ്റം വരണം എന്നുള്ളത്. അത് കറക്റ്റാണ്. പക്ഷെ മറ്റൊരു പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ടല്ലോ അല്ലേ, അതിൻ്റേതായിരിക്കാം. പക്ഷേ ഈ ഒരു 2026 ആ ഒരു കാലഘട്ടത്തിൽ പറയാൻ വന്നു കഴിഞ്ഞാൽ ആള് വളരും തോറും വസ്ത്രത്തിൻ്റെ അളവ് കുറയുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റായിരിക്കും. അത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരു അമ്മ പറയുന്നുണ്ട്. പക്ഷെ ആ അമ്മയുടെ വാക്ക് ആരും കേൾക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നമുക്ക് ചില ഭാഗം കൂടെ കണ്ടിട്ട് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ഒരുപാടുണ്ട്. അപ്പോൾ അതൊന്നും എല്ലാം കൂടെ എനിക്ക് കട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗം ആ അമ്മയുടെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. ഓക്കെ, വയോ. ഈ ബ്ലൗസും സാരിയും ആർക്കാണ് സാർ ബ്ലൗസും സാരി ഉണ്ടായിരുന്നത്? ഏത് കാലത്താണ്? ഞാനൊരു സ്ത്രീയല്ലേ, പക്ഷെ ഞാൻ പുരുഷന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. 6
ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാ സാരി കൊടുക്കുന്നത്? ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം. ഇപ്പൊ ഒരെണ്ണം പുറത്തായിരിക്കും, ഒരെണ്ണം അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി കൊടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പം അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പൊക്കിളിന് താഴെ വെച്ച് സാരി കൊടുത്ത് അത് സിനിമയാണ്. ഞാനിപ്പോ പൊക്കിളിന് ഞാൻ ഈ ഒരു അമ്മയുടെ വാക്ക് കേട്ടിട്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണ് ഇത്രയും വികൃതമായിട്ട് മറ്റു സ്ത്രീകളെ ഇങ്ങനെ അപമാനിക്കുന്നത്? ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ഈ കുട്ടി ധരിച്ചതുപോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ടാണ് വന്നത് എന്ന് വിചാരിക്കൂ. കാരണം ഞാനും അതുപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ വേറെ ചെയ്യുന്ന ഒരാള് തന്നെയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ടീമായേനെ. മനസ്സിലായില്ലേ? ഈ ഒരു അറ്റാക്ക് മുഴുവൻ എനിക്ക് വന്നേനെ. പിന്നെ പേട്രിയാർക്കി, അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് മെൻഷൻ ചെയ്തല്ല ഞാൻ സംസാരിച്ചതാ. ഈ നമ്മൾ ഈ എന്താ പറയാ പുരുഷാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ കോട്ടും സൂട്ടും ഇട്ട് വന്നിരിക്കുന്ന ഈ സാറിനെ ഉദ്ദേശിച്ചാണ് സംസാരിച്ചത്. കാരണം ഇവിടെ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ കേൾക്കുന്നത് ഭീകരമായിട്ട് ഒരു പെൺകുട്ടിക്ക് നേരെ ഓപ്പറേഷനാണ്. അപ്പൊ ആ ഓപ്പറേഷനാണ് നമുക്ക് ട്രിഗർ ആവുന്നത്. എങ്ങനെയാണ് ഓക്കെ ഇത് നമുക്ക് ദഹിക്കുന്നില്ല മോളെ, ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പരാമർശിക്കാം, പേരെടുത്ത് നീ ഇന്നത് ധരിച്ചത് കൊണ്ട് നീ ഇന്ന രീതിക്ക് മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന തരത്തിൽ നികൃഷ്ടമായ രീതിയിലാണ് അയാൾ മറുപടി തെറ്റായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കൂടി. ഇപ്പോഴും കാണുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ 13 വയസ്സ് കുട്ടിയെ പീഡിപ്പിക്കുന്ന കാര്യം. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ പത്തനംതിട്ട ജില്ലയില് ഒരു 13 വയസ്സുകാരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 10 പേർക്കെതിരെയാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് എത്ര പേരാ പോലീസ് സ്റ്റേഷനിൽ പോയി ഇടിയുണ്ടെന്നറിയോ? അതും ഹാർട്ട് പേഷ്യന്റ് ആയിട്ടുള്ള ആൾ. ഇനി അടുത്ത് ഷിംജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി ബസ്സിൽ കയറിയിട്ട് എന്ത് തോന്നിവാസം കാണിച്ച ഒരാളുടെ ജീവനാ എടുത്തത് ഒരു ക്യാമറയും ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് അവിടെ കിടന്ന് പല പൊസിഷനിൽ അയാളുടെ ബാക്കും നമ്മുടെ ചോയ്സ് ആയതുകൊണ്ട് മാത്രമേ അല്ല ഈ ഇങ്ങനെയുള്ള ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ കാണുന്നവന്റെ കണ്ണിലാണെന്ന് ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അത് രണ്ട് രൂപത്തിലുണ്ട് സാർ. ഒരാൾക്ക് സെക്ച്വൽ അറൗസൽ തോന്നിയാലും സെക്ച്വൽ ഡിസയർ തോന്നണമെന്നില്ല. കാരണം നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ ബ്രെയിൻ കൊണ്ട് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് തടയാൻ പറ്റും. പക്ഷെ തടയാൻ പറ്റാത്ത ആളുകളുണ്ടാവും. ഇതിൽ ഏതാളാണ് ഏതാളാണ് തടയാത്തത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ പുരുഷനെതിരെ നിയമങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീന്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം ആവശ്യമാണ്. ചോയ്സ് ആയതുകൊണ്ട് നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം. എനിക്ക് ഒരു മിനിറ്റ് സാർ എനിക്ക് രാത്രി 10 മണിക്ക് ശേഷം എനിക്ക് ലൗഡ് സ്പീക്കറിൽ പാട്ട് പാടണം വെച്ചാൽ എന്റെ ചോയ്സ് ആണ്, എന്റെ ആഗ്രഹമാണ്. പക്ഷെ നിയമം അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് പറ്റൂല. അപ്പൊ എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഡ്രസ് ഇടുന്നതിനുള്ള അവകാശം? ഒരു ഡ്രസ് പറഞ്ഞോട്ടെ, അത് ഞാനിതൊന്ന് പറയട്ടെ. പുരുഷന്മാര് സ്ത്രീകളുടെ ശരീരം കണ്ട് വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അവര് വൾഗറായിട്ട് ഡ്രസ് ധരിക്കുന്ന പെൺകുട്ടികളെ നിങ്ങളെ അല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഈ അമ്മ പറയുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ എനിക്ക് സത്യസന്ധതയായിട്ട് തോന്നിയത് കേട്ടോ. പക്ഷേ പലരും ആ അമ്മയെ സംസാരിക്കാൻ വിടുന്നില്ല, അതാണ് കൂടുതൽ സത്യം. ശ്രീകണ്ഠൻ നായർ സാറും അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആ അമ്മയെ കൂടുതൽ സംസാരിക്കാൻ വിടുന്നില്ല, പക്ഷെ അവർ പറയുന്നതായിട്ട് ഇതാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് വഴി ഇടുക. അപ്പോൾ എന്തായാലും അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. ഇത് ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ആ അമ്മയുടെ ആ ഒരു നിങ്ങൾ ആ വീഡിയോ കാണുക വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ അമ്മയുടെ പക്ഷത്താണ് ന്യായം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം വളർന്നു വരുന്ന ഓരോ തലമുറയും അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സുകൾ, അതായത് നമ്മൾ
നമ്മൾ പണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഡ്രസ്സല്ല ഇന്ന് നമ്മുടെ നൂറ്റാണ്ടിൽ ഈ 2026 കാലഘട്ടത്തിൽ മക്കൾക്ക് രക്ഷകർത്താക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കൊച്ചുമക്കൾ ഇടുമ്പോൾ നമുക്കതൊരു ഭംഗിയായിരിക്കും, വളർന്നവരിടുമ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു അരുവരുപ്പും വെറുപ്പും ഒക്കെ ഉണ്ടാവും. അത് എന്തായാലും കാണുന്നവരെ കാഴ്ചയുമായിട്ട് സംബന്ധിച്ചാണ്. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല ഒരു ട്രാപ്പും അറ്റാക്കുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന, അത് പലർക്കും പല മെൻറ്റാലിറ്റിയാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബും കൂടെ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ കാണാം.